الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونتوب إليه ونعوذ بالله تعالى من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أفضل الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ഏതൊക്കെ കാര്യത്തിൽ എപ്രകാരമാണ് എന്ന് മനസ്സാന്നിധ്യത്തോടെ മനസ്സിലാക്കി താൽപര്യപൂർവം അവ പിന്തുടരണം. അതാണ് നമ്മുടെ ഇഹപര വിജയത്തിനുള്ള ഏക വഴി. ജീവിതത്തിൽ ഒരിക്കലും അബദ്ധം ചെയ്യുകയോ കളവ് പറയുകയോ ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പ്രവാചകന്മാർ മുഴുവൻ തന്റെ സമൂഹത്തെ നിരന്തരം ഉണർത്തിപ്പോന്ന ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഈ തഖ്വ. ആ ഗൗരവത്തിലും പ്രാധാന്യത്തിലും നമ്മുടെ ജീവിതശീലങ്ങളെയും വ്യവഹാരങ്ങളെയും കൊള്ളക്കൊടുക്കുകളെയും ബന്ധം സ്ഥാപിക്കലും വിച്ഛേദിക്കലും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ചിട്ടപ്പെടുത്തണം, അതിൽ ജാഗ്രത പുലർത്തണം എന്ന് ഈ സന്ദർഭത്തിൽ ഓരോരുത്തരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നാഥൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. തഖ്വയുടെ താൽപര്യത്തിന് വിരുദ്ധമായി നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും വിട്ടു പുറത്തു തരുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള സമുദായങ്ങളുടെ കൂട്ടത്തിലെ ഒരു സമുദായമല്ല, മറിച്ച് ഒരു ആദർശ സമൂഹമാണ് എന്നാണ്. ആദർശ സമൂഹം എന്ന് പറയുമ്പോൾ ആ ആദർശമനുസരിച്ച് അവർ ജീവിക്കണം, ആ ആദർശം പ്രബോധനം ചെയ്യണം.
ഇത് രണ്ടും വിശദീകരിക്കാനല്ല ഞാനിപ്പോ തുടങ്ങിയത് ഇങ്ങനെ. അപ്പൊ ഈ രണ്ട് പണികളും മുസ്ലിം ഉമ്മത്തിലെ ഓരോ മെമ്പറുടെയും ചുമതലയാണ്. റബ്ബും ഇലാഹുമായ അള്ളാഹുവിനെ സംബന്ധിച്ച് മനുഷ്യരോട് സംസാരിക്കണം. മനുഷ്യരുടെ ജീവിതം മാറ്റിപ്പണിയുന്നതിനു വേണ്ടി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പദ്ധതിയെ, ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ പദ്ധതിയെ സംബന്ധിച്ച് അവർക്ക് എന്തൊക്കെ ആശങ്കകളും ആവലാതികളും വിമർശനങ്ങളുമാണ് ഉള്ളത്, അത് നമ്മൾ തുറന്ന മനസ്സോടെ കേൾക്കണം. അങ്ങനെ ജനങ്ങളെ കേൾക്കാനും ജനങ്ങളെ അങ്ങോട്ട് കേൾപ്പിക്കാനും ഇറങ്ങിപ്പുറപ്പെടുന്ന ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ശ്രദ്ധയിലുണ്ടാവേണ്ട ഒരു സ്വഹാബിയുടെ ചരിത്രമാണ് കുറഞ്ഞ സമയത്തെ ഈ സംസാരത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രവാചക ജീവിതത്തിന്റെ മാധുര്യവും സൗന്ദര്യവും നമ്മൾ ആസ്വദിക്കുമ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകൃതമല്ല. പകരം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുണ്ടായിരുന്ന അനുയായികളും അനുചരന്മാരും സഹാബികളും ആ ഒരു പഠനത്തിലും നമ്മുടെ പരിശോധനയിലുമൊക്കെ സ്വാഭാവികമായും വരും. ആ അർത്ഥത്തിൽ സഹാബിമാരെ പറ്റി പഠിക്കുക, അവരുടെ ചരിത്രം മനസ്സിലാക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ മുന്നോട്ടു പോക്കിൽ പല നിലക്കും പ്രചോദനകരവും പ്രയോജനപ്രദവുമാകുന്ന കാര്യമാണ്. ഈ ഒരടിസ്ഥാനത്തിൽ പലപ്പോഴും ഒഴിവ് കിട്ടുമ്പോൾ സഹാബിമാരുടെ ചരിത്രം വായിച്ച കൂട്ടത്തിൽ എന്നെ വല്ലാതെ ആകർഷിച്ച, നമ്മളുടെയൊക്കെ സമൂഹത്തിലെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ വരേണ്ടതുണ്ട് എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയ ഒരു ചരിത്രവും കൂടിയാണ് തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റേത്. തുഫൈൽ എന്ന് പറഞ്ഞാൽ തുഫൈൽ ബിൻ അംർ ദൗസി, ദൗസ് ഗോത്രത്തിന്റെ തലവനായ തുഫൈൽ റളിയല്ലാഹു അൻഹു. ദൗസ് ഗോത്രം എന്ന് പറയുന്നത് ഇജാസിന്റെയും അതുപോലെ യമനിന്റെയും ഇടയിലുള്ള ഒരു ഗോത്രമാണ്, ഒരു താരതമ്യേന പ്രബലമായ ഒരു ഗോത്രമാണ്. മക്കയിൽ നിന്ന് അല്പം വിദൂരമാണ് അവരുടെ കേന്ദ്രം. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ മക്കയിൽ വളരെ വേഗത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറന്ന മനസ്സുള്ള ആളുകൾ അത് കേട്ടപാടെ സ്വീകരിക്കുന്നുണ്ട്. മറ്റ് പല ആളുകളും അതേ സംബന്ധിച്ച് പല തർക്കങ്ങളും ഉന്നയിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ആക്ഷേപങ്ങൾക്കും ശകാരങ്ങൾക്കും മാത്രമല്ല, ആ റസൂലിനോടൊപ്പം ഉണ്ടായിരുന്നവർ കൊടിയ മർദ്ദനങ്ങൾക്കുമൊക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു 13 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അത് അറബ് ജനതയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി, പല കൊടുങ്കാറ്റുകളും ഉയർത്തിവിട്ടു. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ദൗസ് ഗോത്രത്തിന്റെ തലവനായ തുഫൈൽ എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഒരു പ്രമുഖ കവി കൂടിയാണ്, ജാഹിലിയ കാലത്തെ അറബി കവികളിൽ പ്രമുഖനും കൂടിയാണ് അദ്ദേഹം. ആ തുഫൈൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്ക സന്ദർശിച്ചു. മസ്ജിദുൽ ഹറാമും അതിന്റെ പരിസരങ്ങളിലുമൊക്കെ അദ്ദേഹം എത്തുന്നു എന്ന് ഖുറൈശികൾക്ക് വിവരം കിട്ടി. അപ്പൊ ഖുറൈശികൾ നേരത്തെ കാലത്തെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മുമ്പ് വന്നിരുന്നതുപോലെയല്ല മക്ക. ഇവിടെ വലിയ ഒരു ഫിത്നക്കാരൻ വന്ന് പല നിലക്കുള്ള പ്രചരണങ്ങളും നടത്തി, ബാപ്പയെയും മക്കളെയും തമ്മിൽ, ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ, സഹോദരന്മാരെ തമ്മിൽ ഒക്കെ തെറ്റിച്ച് ഒട്ടുമിക്ക കുടുംബങ്ങളിലും പ്രശ്നമാണ്. മക്കയുടെ സാമൂഹിക അന്തരീക്ഷം ആകെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. മക്കയിലേക്ക് വരാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് വന്നേ തീരുവെങ്കിൽ ഈ ഒരു ഫിത്നയിൽ പെടാതിരിക്കാനുള്ള നല്ല കരുതൽ വേണ്ടിവരും. അല്ലെങ്കിൽ അത് വലിയ പ്രയാസം സൃഷ്ടിക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഗോത്രക്കാർക്കും എന്നൊക്കെ അവർ മുന്നറിയിപ്പ് നൽകി. ഈ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ തുഫൈൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ മക്കയിൽ വന്നു.
മസ്ജിദുൽ ഹറാമിലൊക്കെ അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ കറങ്ങി നടക്കുന്ന സമയത്ത് അദ്ദേഹം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുർബോധനങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ പഞ്ഞി ചെവിയിൽ കുത്തിത്തിരുകിയിട്ടാണ് നടന്നിരുന്നത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അബദ്ധവശാൽ കേട്ടുപോകാതിരിക്കാം, ബോധപൂർവം കേൾക്കണ്ടെന്ന് തീരുമാനിക്കാം. ഇനി അബദ്ധവശാൽ കേട്ടുപോകാതിരിക്കാൻ പഞ്ഞി ചെവിയിൽ കുത്തി അങ്ങനെ ചെവി അടച്ച് അങ്ങനെയാണ് അദ്ദേഹം നടന്നിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ തുഫൈൽ റളിയല്ലാഹു അൻഹു പല ദിവസങ്ങളിലും ഈ മസ്ജിദുൽ ഹറാമിലും അതിന്റെ ചുറ്റുവട്ടങ്ങളിലും ചെലവഴിച്ചു. സംഗതി വശാൽ അതിന്റെ ഇടക്ക് എപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാനിടയായി. നമസ്കാരത്തിലായിരിക്കാം, അല്ലാതെയും വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ഹിജ്റയുടെ 10ാം വർഷമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. മക്കയിലെ നുബൂവത്തിന്റെ 10ാം വർഷമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അറബി സാഹിത്യകാരനും കൂടിയായ ഇദ്ദേഹം ഈ ഖുർആൻ കേട്ടപ്പോ അത് അദ്ദേഹത്തെ സ്വാഭാവികമായും വല്ലാതെ ആകർഷിച്ചു, വല്ലാതെ സ്വാധീനിച്ചു. ഇത് കുറച്ചുകൂടി ഒന്ന് കേട്ടാൽ കൊള്ളാം എന്ന് തുഫൈൽ റളിയല്ലാഹു അൻഹുവിന് തോന്നി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ചെന്നു, പ്രവാചകന്റെ പിന്നാലെ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ എന്താണ് അവിടെ ചൊല്ലിയിരുന്നത്, അതൊരൽപ്പം കൂടി ഒന്നുകൂടി ആവർത്തിക്കാമോ? സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ വലിയ ഒരു മാധ്യമം ഖുർആനാണ്. ഇന്ന് ഇപ്പൊ നമ്മുടെ സമൂഹത്തിലും ഖുർആൻ മലയാളത്തിൽ നേർക്കുനേരെ സാധ്യമാകുന്ന സൂക്ഷ്മതയിൽ പരിഭാഷപ്പെടുത്തിയിട്ട് ആ പരിഭാഷ കൊടുത്താൽ പോലും നമ്മളൊരു പക്ഷേ സ്വന്തം നിലക്ക് സംസാരിക്കുന്നതിനേക്കാൾ സ്വാധീനം അതിനുണ്ടാവും. അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. കാരണം ഇത് അള്ളാഹുവിന്റെ കലാമാണ്. പരിഭാഷപ്പെടുത്തുമ്പോൾ മലയാള ഭാഷയ്ക്ക് അത് പൂർണ്ണമായിട്ട് വഴങ്ങില്ല എന്ന പ്രശ്നമൊക്കെ ഉണ്ട്. എന്നാലും മനുഷ്യസാധ്യമായ സൂക്ഷ്മതകളോടെ നടത്തപ്പെടുന്ന പരിഭാഷകൾക്ക് വരെ വലിയ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നതാണ് അള്ളാഹുവിന്റെ കലാമിന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ഖുർആൻ അദ്ദേഹത്തെ ഓതി കേൾപ്പിച്ചു. അദ്ദേഹത്തിന് അത് വല്ലാതെ അദ്ദേഹത്തെ ആകർഷിച്ചു, അത് അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വിസ്തരിച്ചിരുന്ന് അദ്ദേഹം സംസാരിച്ചു. ആ സംസാരത്തിന്റെ ഒടുവിൽ തുഫൈൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൗസ് ഗോത്രത്തിന്റെ തലവനാണ്. തുഫൈൽ ബിൻ അംർ ദൗസി എന്നാണ്. അദ്ദൗസ് ഗോത്രത്തിന്റെ തലവനായ തുഫൈൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പൊ അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, ഞാൻ എന്റെ നാട്ടിലേക്ക് പോകാം. ഞാനിപ്പോ ഇസ്ലാം സ്വീകരിച്ചിട്ട് നിങ്ങളൊപ്പം ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഖിദ്മത്തെടുത്ത് കൂടിയതുകൊണ്ട് അതിൽ സന്തോഷമൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷേ അതിനേക്കാൾ വലിയൊരു സാധ്യത ഞാനൊരു ഗോത്രത്തിന്റെ തലവനാണ്. എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഞാനാണ്. എനിക്ക് അത്രയും വലിയ സ്വാധീനം അവരുടെ ഇടയിലുണ്ട്. ഞാൻ ചെന്ന് പറഞ്ഞാൽ അത് അവർ വല്ല മുഖവിലക്കെടുക്കും. അതുകൊണ്ട് ഞാൻ അവരോട് പോയിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇസ്ലാം പഠിച്ചതും ഇസ്ലാം മനസ്സിലാക്കിയതും ഇസ്ലാം ആശ്ലേഷിച്ചതുമായ ഈ സംഭവം അവരോട് പറഞ്ഞിട്ട് അവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. പ്രവാചകന് വാക്ക് കൊടുത്തിട്ട് തുഫൈൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടുകാരോട്, ഏറ്റവും വേണ്ടപ്പെട്ടവരോടാണല്ലോ ഇങ്ങനത്തെ ഒരു നിർണായക സംഭവം ഉണ്ടാകുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവരോടാണ്. ആദ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് പറയാ, പിന്നെയാണ് ജനറൽ ബോഡി വിളിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ബന്ധത്തിന്റെ അല്ലെങ്കിൽ ബാധ്യതയുടെയും കടപ്പാടിന്റെയും തോതനുസരിച്ച് ഒരു മുൻഗണനാക്രമം. അത് പാലിച്ചുകൊണ്ട് തുഫൈൽ റളിയല്ലാഹു അൻഹു തന്റെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങളിപ്പോ ഇതിനാണോ അങ്ങോട്ട് പോയത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? സ്വാഭാവികമായിട്ടും പല മനുഷ്യന്മാര് പലതരത്തിൽ പ്രതികരിക്കുമല്ലോ. അപ്പൊ പലരും അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ്. എന്നാൽ അവരെ വിട്ടു ബാക്കിയുള്ളവരോട് പറയാം. ദൗസ് ഗോത്രത്തിലെ ഒട്ടുമിക്ക ആളുകളും തുഫൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതോ ചൂണ്ടിക്കാണിച്ചതോ ആയ വഴിയെയും മാർഗത്തെയും പദ്ധതിയെയും പറ്റി ഒരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല. നിങ്ങൾക്ക് നിങ്ങളെടുക്കണ പണിയെടുത്താൽ പോരെ, അവിടെ എവിടെയും പോയിട്ട് ഓരോ ഇടാകൂടായിട്ട് ഇങ്ങോട്ട് വരേണ്ട എന്ത് കാര്യമുള്ളത് എന്നൊക്കെ മറ്റുള്ള പ്രതികരണങ്ങളായി. തുഫൈൽ റളിയല്ലാഹു അൻഹു അവരോട് പല നിലക്ക് പറഞ്ഞു നോക്കി. ഒരു നേതാവെന്ന നിലയ്ക്ക്, ഒരു തലവന് അദ്ദേഹത്തിന്റെ ആ ഉയർന്ന ആ പോർട്ട്ഫോളിയോ, അദ്ദേഹത്തിന്റെ ആ തസ്തിക അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിന്റെ നിലവാരത്തിൽ ചേരുന്ന സ്വഭാവത്തിൽ പരമാവധി താഴെ ഇറങ്ങിയും അദ്ദേഹം പറഞ്ഞു. ചൂടാകേണ്ടവരോട് ചൂടായി, ദേഷ്യപ്പെടേണ്ടവരോട് ദേഷ്യപ്പെട്ടു, സ്നേഹവും സമ്മർദ്ദവും പ്രകടിപ്പിക്കേണ്ടവരോട് അങ്ങനെ ചെയ്തു. പക്ഷെ ആർക്കും ഒരു കൂസലുമില്ല. അദ്ദേഹം ആകെ നിരാശനായി. അദ്ദേഹത്തിന് തോന്നി ഈ കൗമിന്റെ കൂടെ സമയം ചെലവഴിച്ചിട്ട് ഒരു കാര്യമില്ല, അത്രയും നന്ദി കെട്ടൊരു ജനതയെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം അവിടെ നിന്ന് പൊടുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചു വന്നു.
തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ആ ജനത നന്നാവില്ല. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്കെതിരെ അള്ളാഹുവിനോട് ദ്വാരക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ എത്ര അധ്വാനം, എത്ര സമയം, എന്റെ എത്ര സമ്പത്ത് അവരിലെ പല ആളുകൾക്കും പല സന്ദർഭത്തിലും നൽകിയിട്ടുണ്ടെന്നറിയോ. എന്നിട്ട് ഇതാ ഒരു നിർണായക ഘട്ടം വന്നപ്പോ ഇതാണ് ഈ മനുഷ്യരുടെ സ്വഭാവം. അതുകൊണ്ട് താങ്കൾ അവർക്കെതിരെ പ്രാർത്ഥിക്കണം. അപ്പൊ സഹാബിമാരിൽ ചിലരും ഈ സംഭവത്തിന് സാക്ഷിയാണ്, ഈ സംസാരത്തിന്. നമ്മുടെ അബൂ ഹുറൈറ ഒക്കെ ഈ ദൗസ് ഗോത്രത്തിലെ മെമ്പറാണ്. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തുഫൈൽ ബിൻ അംർ ദൗസിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കൈ ഉയർത്തി. സഹാബിമാര് ഇങ്ങനെ സ്തബ്ധരായി നിൽക്കുകയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഹ്ദി ദൗസൻ വഅതി ബിഹിം, അല്ലാഹുവേ ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കണം, അവരെയും ഇങ്ങോട്ട് കൊണ്ടുവരണം, അവരെയും ഈ മാർഗത്തിൽ, ഈ പാതയിൽ എത്തിക്കണം എന്ന് പ്രാർത്ഥിച്ചു. കൂടി നിന്നവർ ആമീൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുഫൈൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഗോത്രത്തിലേക്ക് തന്നെ പോകണം, അവരോട് കാരുണ്യത്തോടെ, അവരോട് കരുണയോടെ സംസാരിക്കണം, അവരോട് കരുണയോടെ സംസാരിക്കണം. നിങ്ങൾ അവരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയെയും നോട്ടമിട്ട് ഓരോരുത്തരോട് സംസാരിക്കണം. അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അവരുടെ വിമർശനങ്ങളെ മുഖവിലക്കെടുക്കണം. അവരുടെ അവ്യക്തതകൾ ദൂരീകരിക്കണം. അവരുടെ ആശങ്കകൾക്ക് നിവാരണമുണ്ടാക്കണം. അവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ദൗസ് ഗോത്രത്തിലേക്ക് തന്നെ പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുഫൈൽ ബിൻ അംർ ദൗസി എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹത്തിന്റെ ഗോത്രത്തിലേക്ക് തന്നെ തിരിച്ചയച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ രീതിയിൽ നിങ്ങൾ താഴെ തട്ടിൽ, തൃണമൂൽ വിധാനത്തിൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഗ്രാസ് റൂട്ട് ലെവലിൽ, താഴെ തട്ടിൽ വളരെ വളരെ വ്യവസ്ഥാപിതമായി ഓരോരുത്തരോട് സംസാരിച്ച് അവരുടെ ആശങ്കകൾ പരിഹരിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ട് അങ്ങനെ നിലകൊള്ളണം. തുഫൈൽ റളിയല്ലാഹു അൻഹു പോയി. അദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചു. എത്രത്തോളം ചോദിച്ചാൽ ഇതിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2-3 കൊല്ലവും കൂടി കഴിഞ്ഞപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. മദീനയിൽ പോയിട്ട് 1 വർഷവും കൂടി കഴിഞ്ഞപ്പോ ഹിജ്റയുടെ 2-ാം വർഷം പിന്നെ ബദർ സംഭവിച്ചു. ഹിജ്റയുടെ 3-ാം വർഷം ഉഹദ് സംഭവിച്ചു. ഹിജ്റയുടെ 7-ാം വർഷം ഖന്ദഖ് സംഭവിച്ചു. 5-ാം വർഷം ഖന്ദഖ് സംഭവിച്ചു. തുഫൈൽ ബിൻ അംർ എന്ന് പറയുന്ന ഈ സ്വഹാബി ബദറിലോ ഉഹദിലോ ഖന്ദഖിലോ പങ്കെടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെ അഭിപ്രായം ഇസ്ലാമിന് അനുകൂലമാക്കി മാറ്റുക. അതാണ് അദ്ദേഹത്തിന്റെ ടാർഗറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് കൃത്യമായൊരു പണി ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ആ പണി? ദൗസ് ഗോത്രത്തിന്റെ പൊതു അഭിപ്രായം ഇസ്ലാമിന് അനുകൂലമാക്കി മാറ്റണം. ഈ അഭിപ്രായ മാറ്റത്തിന് വേണ്ടി അപ്പൊ സാധാരണ നമ്മൾ എന്ത് കരുതും? ചില ആളുകളെ കുറിച്ച് നമ്മൾ കരുതും, ആ കൂട്ടരിനി എന്തായാലും നന്നാവില്ല, ആ ഭാഗത്തേക്ക് പോയിട്ട് കാര്യമില്ല. അവര് ഓരോ തടസ്സവാദം ഉന്നയിക്കുന്നത് വളരെ വളരെ കുൽസിതമായ അവരുടെ ആ മനസ്സിലിരിപ്പ് പ്രകടമാക്കുന്നതാണ്. അവരിൽ ഗുണകാംക്ഷ വെച്ച് പുലർത്തുന്നതിൽ ഒരർത്ഥമില്ല. അതുകൊണ്ട് അവരങ്ങ് എഴുതിത്തള്ളും. സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്നതാണിത്. വേറെ ചിലപ്പോൾ നമുക്ക് എന്ത് തോന്നും? നമ്മളുടെ ഒരുപാട് കാലത്തെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും പല ബന്ധങ്ങളും പല സൗഹൃദ സംഗമങ്ങളും പല റിലീഫുകളും ഒരുപാട് കിറ്റുകളും ഒക്കെ നൽകിയിട്ടുള്ള ഒരു ഏരിയയാണത്. അതുകൊണ്ട് അവിടെ നമ്മൾ ചെന്ന ഉടനെ അവർ 2 കൈയും നീട്ടി സ്വീകരിക്കും. അവർ വളരെ പെട്ടെന്ന് നമുക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കും. ഇങ്ങനെ ചില ആളുകൾ കരുതും. ചിലരെ സംബന്ധിച്ച് അങ്ങനെ പല വിചാരങ്ങളും കൂടി ആയിട്ടാണ് തുഫൈൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് മടങ്ങിപ്പോയത്. എന്നിട്ടാണ് അവരോട് ഇതൊക്കെ സംസാരിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ പ്രതികരണം വന്നത്. എന്നിട്ടാണ് പ്രവാചകനോട് അവർക്കെതിരെ പ്രാർത്ഥിക്കണം, സ്വന്തം ജനതയ്ക്കെതിരെ പ്രാർത്ഥിക്കണം, അവറ്റങ്ങൾ ഇനി നന്നാവൂല എന്ന ഒരു കടുത്ത നിലപാടിലേക്ക് അദ്ദേഹം എത്തുന്നത്. അവിടെ നിന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ തന്റെ ജനതയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത്. അവിടെ അങ്ങ് കേന്ദ്രീകരിച്ച് നിരന്തരമായി പണിയെടുക്കുക, അവരോട് മാറി മാറി സംസാരിക്കുക. ഇതാണ്. വേറെ വലിയ ഒരു മഹാസംഭവമൊന്നും അവിടെ ഇല്ല. ദൗസ് എന്ന് പറയുന്നത് താരതമ്യേന ചെറിയ ഒരു ഗോത്രമാണ്, പ്രബലമാണെങ്കിലും. തുഫൈൽ റളിയല്ലാഹു അൻഹു ബദർ നടക്കുമ്പോഴും ഉഹദ് നടക്കുമ്പോഴുമൊക്കെ ദൗസ് ഗോത്രത്തിൽ ആ ഗോത്രത്തിന്റെ ജനാഭിപ്രായം ഇസ്ലാമിന് അനുകൂലമാക്കി മാറ്റുക എന്ന പ്രവാചകൻ ഏൽപ്പിച്ച ഈ പ്രത്യേക ദൗത്യവുമായി ചെലവഴിച്ചു. വർഷങ്ങൾ പലത് കഴിഞ്ഞുപോയി. അങ്ങനെ ദൗസ് ഗോത്രത്തിൽ മാറ്റങ്ങളുണ്ടായി. കുടുംബങ്ങളായിട്ട് സത്യത്തിന്റെ വഴിയിലേക്ക് വന്നു.
വലിയ സമൂഹത്തിന്റെ പ്രസ്താവ്യമായ ഒരു ഗണ്യമായ ഒരു ഭാഗവും ഇസ്ലാമിലേക്ക് വന്നപ്പോ അവർക്ക് പിന്നെ ദൗസ് ഗോത്രത്തിൽ, അത് യമനിന്റെയും ഇജാസിന്റെയും ഒക്കെ ആ ഭാഗത്താണ്, അവിടെ ഒരിക്കലും ഇരിക്കപ്പുറതിയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അങ്ങ് ദൂരെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം. അവർ മദീന ലക്ഷ്യമിട്ട് തുഫൈൽ ബിൻ അംറിനെ നിരന്തരം സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ ഈ ഇസ്ലാമിലേക്ക് വന്ന മുഴുവൻ ആളുകളെയും കൊണ്ട് തുഫൈൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞ് മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്നു നോക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലില്ല. ഹിജ്റയുടെ 7-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഖൈബറിലേക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു കാൽനടയായോ ഒട്ടകപ്പുറത്തോ പോവുകയാണെങ്കിൽ 3-4 ദിവസം പിന്നെയും യാത്ര ചെയ്യണം. അത്രയും ദൂരമുണ്ട്. ഇന്നത്തെ നമ്മുടെ വാഹന ഒരു 100-150 കിലോമീറ്റർ ദൂരം വരാം എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇത്രയും ദൂരമുള്ള ഒരു പ്രദേശത്താണ് നബിയും അനുചരന്മാരും ഉള്ളത് എന്നറിഞ്ഞപ്പോ മദീനയിലെത്തിയ ഇവർക്ക് അവർ മടങ്ങി വരുന്നത് വരെ ഇവരെ ഇരിക്കാൻ പറ്റൂല. അവർ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോവുക, റസൂലുള്ളാഹി എത്രയും പെട്ടെന്ന് കാണലാണ് നല്ലത്. നേരത്തെ ഇതേ പ്രവാചകനെ പറ്റി കേട്ടപ്പോ ഒറ്റയടിക്ക് നിരാകരിക്കുകയും ഗോത്രത്തലവനെ നിരാശനാക്കി തിരിച്ചയക്കുകയും ചെയ്ത അതേ ജനതയിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായി എന്നർത്ഥം. അങ്ങനെ തുഫൈൽ റളിയല്ലാഹു അൻഹു ഈ ജനതയെയും കൂട്ടിയിട്ട് ഖൈബറിലേക്ക് പോയി. ഖൈബറിൽ ചെന്നപ്പോ ഏകദേശം യുദ്ധമൊക്കെ തീർന്ന് ഗനീമത്ത് സ്വത്ത് തീർപ്പിലാക്കുന്ന സന്ദർഭമാണ്. ദൗസ് ഗോത്രത്തിലെ ഈ ജനതയെയും തുഫൈൽ ബിൻ അംറിനെയും കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും ഒക്കെ നല്ല സന്തോഷമായി. എന്നിട്ട് ചരിത്രകാരന്മാർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗനീമത്ത് സ്വത്തിൽ നിന്നൊരു വിഹിതം ഇവർക്ക് പ്രത്യേകമായിട്ട് നൽകി. ഇത് ഒരു മനുഷ്യൻ ഒരു ജനതയുടെ അഭിപ്രായം മാറ്റിയെടുക്കാൻ നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ ഏറ്റവും കുറഞ്ഞ ഒരു വിവരണമാണ്. ഇങ്ങനെ മനുഷ്യരുടെ പിന്നാലെ കൂടാൻ, ഇങ്ങനെ മനുഷ്യരിൽ പ്രതീക്ഷ വെച്ചു പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ സത്യവിശ്വാസികൾക്ക് കഴിയണം എന്ന പാഠമാണ് തുഫൈൽ ബിൻ അംർ എന്ന് പറയുന്ന ഈ സ്വഹാബിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും അവരവരുടെ അവസ്ഥയിൽ, ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയല്ല, ആ അവസ്ഥയിൽ താൻ മനസ്സിലാക്കിയ തന്റെ ആദർശത്തെ സംബന്ധിച്ച് തന്നോട് ഇടപഴകുന്നവരെ ബോധ്യപ്പെടുത്താൻ, എന്നിട്ട് അവരെ ഈ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യതയുണ്ട്. അതാണ് നമ്മുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും മാനദണ്ഡം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരകളിൽ യാക്കൂബ് നബി, അതായത് ബനു ഇസ്രായേൽ എന്ന പേരുകൂടിയുള്ള ഇസ്ഹാഖ് നബി എന്നൊരു പരാമർശം ഞാൻ അതിന്റെ ഇടയിൽ നടത്തി. ഒരു സുഹൃത്ത് എന്നോട് വന്നിട്ട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ. ഒരു നാക്കുപ്പഴ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി ആ വംശാവലിയിൽ, യാക്കൂബ് നബിയുടെ വംശാവലിയിൽ ബനു ഇസ്രായേൽ സമൂഹത്തിൽ ധാരാളം പ്രവാചകന്മാരുണ്ടായി. സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും അവരുടെ കയ്യിൽ വന്നു. പിന്നെ എപ്പോഴാണ് അവരിൽ നിന്ന് ആ ലോക നേതൃത്വം നഷ്ടപ്പെട്ടത് എന്ന് നോക്കിയാൽ നമ്മൾ എപ്പോഴാണ് പതിതരാകുന്നത്, നമ്മൾ എപ്പോഴാണ് ശക്തരാകുന്നത് എന്ന് മനസ്സിലാക്കാൻ അതിൽ നിന്ന് കഴിയും. അവിടെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ചുമതല എന്ന് കരുതി പോകരുത്. വളരെ ഈ ഇരിക്കുന്ന എല്ലാവർക്കും മനഃപ്പാടമുള്ള അധ്യായമാണ് സൂറത്തുൽ അസ്ർ. ആ ആശയം ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. എന്താണ് വൽ അസ്ർ? കാലത്തെ, മനുഷ്യ സമൂഹത്തിന്റെ ഉത്ഥാന പതനങ്ങൾക്ക് സാക്ഷിയായ കാലത്തെ സത്യം കൊണ്ട് സത്യം ചെയ്തിട്ട് അല്ലാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മാനവ സമൂഹം ഒന്നടങ്കം നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. വിശ്വസിച്ചാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? വിശ്വാസമനുസരിച്ച് ആ വിശ്വാസത്തെ സത്യപ്പെടുത്തുന്ന കർമ്മമുണ്ടാകണം. അതാണ് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. എന്നാ അത് മതിയോ? അവിടെയും നിർത്തിയില്ല. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യണം. ഇത്രയും ദൗത്യം ഖൈറു ഉമ്മത്ത് എന്ന നിലക്ക് നമ്മളിൽ നിക്ഷിപ്തമാണെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ ഏതൊക്കെയോ അവസ്ഥകളിൽ എന്തൊക്കെയോ ധരിച്ചു വശായി കഴിയുന്ന മനുഷ്യ മക്കളുടെ മനസ്സിനെ മാറ്റാൻ ആണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിന് ഈ തുഫൈൽ റളിയല്ലാഹു അൻഹുവിലൂടെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് കാണിച്ചു തന്ന ഈ പ്രവർത്തന മാർഗത്തിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ മറ്റ് ചർച്ചകളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ആ ഒരു വശവും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ സദാസമയവും മനസ്സിൽ വെച്ച് ചിന്തിച്ച് നിലപാടുകളെ അതനുസരിച്ച് പാകപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ വക്കൽ നിന്ന് സംഭവിച്ചു പോകുന്ന വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ നാഥ. പടച്ചവനെ, നീ ഞങ്ങളിൽ നിന്ന് പലരെയും തിരിച്ചു വിളിച്ചു. ഞങ്ങളോട് വളരെ ദീർഘകാലമായി നല്ല ബന്ധത്തിലുണ്ടായിരുന്ന നമ്മുടെ പാലക്കാട് അലി സാഹിബ്, അദ്ദേഹം പാലക്കാട്ടുകാരനാണ്, കുറെ കാലമെങ്കിലും അദ്ദേഹം മലപ്പുറം അലി സാഹിബ് എന്നാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള പല ആളുകളും, വേണ്ടപ്പെട്ട പലരെയും റബ്ബെ നീ തിരിച്ചു വിളിച്ചു. അവരോടൊക്കെ കരുണ കാണിക്കണേ നാഥ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ റബ്ബെ. അവരുടെയും ഞങ്ങളിൽ നിന്ന് ആരൊക്കെ നിന്നിലേക്ക് യാത്രയായോ അവരെയൊക്കെയും ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ വസിക്കാനുള്ള അവസരം നൽകി ആദരിക്കണേ തമ്പുരാനെ. ഞങ്ങളോട് കരുണ കാണിക്കണേ നാഥ. ഞങ്ങളുടെ വീഴ്ചകൾ പുറത്തു തരണേ തമ്പുരാനെ. ഇസ്ലാമികമായ വിജയത്തിനു വേണ്ടി ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പല നിലക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മയിലധിഷ്ഠിതമായ സംഘങ്ങളുടെയും പാദങ്ങൾക്ക് നീ സ്ഥൈര്യം നൽകണേ റബ്ബെ. അവസാനം മഹാന്മാരായ സിദ്ദീഖുകൾ, ശുഹദാക്കൾ, അമ്പിയാക്കൾ, സാലിഹീങ്ങൾ ഇവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ നാഥ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.